നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OTയുടെ പേപ്പറായ OT ടെക്നിക്സ് ഇൻ INT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 2 ആണ്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് അനാട്ടമി ഓഫ് ഇയർ ആണ്. അനാട്ടമി ഓഫ് ദ ഇയർ. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയാം ഇയറിന്റെ മെയിൻ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, ഹിയറിംഗ് മെക്കാനിസം എങ്ങനെയാണ്, അതിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്. ഇതാണ് കോമൺ ആയിട്ട് ഈ യൂണിറ്റിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഹ്യൂമൻ ഐയെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിയറിംഗിനും നമ്മളുടെ ബാലൻസിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഓർഗൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അനാട്ടമി ഓഫ് ദ ഹ്യൂമൻ ഇയർ ആണ്. അതിൽ പറയുന്നത് ദ ഹ്യൂമൻ ഇയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ പാർട്സ്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ ഇയറിൽ നമ്മൾ വരുന്നതാണ് പിന്ന അല്ലെങ്കിൽ ഒരിക്കിൾ. അതെന്താണ്? ദ വിസിബിൾ പാർട്ട് ഓഫ് ദ ഇയർ ആണ്. ദാറ്റ് കളക്ട് സൗണ്ട് വേവ്സ് ആൻഡ് ഡയറക്ട്സ് ദം ഇൻ ടു ദ ഇയർ കനാൽ. ഇയർ കനാലിലേക്ക് നമ്മളുടെ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യാണ് പിന്നെ ചെയ്യുന്നത്. ഇയർ കനാൽ എന്ന് പറയുമ്പോൾ അതില് നമുക്ക് ഔട്ടർ ഇയറിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇയർ കനാൽ വരുന്നത്. എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് ലീഡിങ് ടു ദ ഇയർ ഡ്രം. അതായത് ഇയർ ഡ്രമ്മിലേക്കാണ് ആ ഒരു ഇത് പോകുന്നതെന്നാണ് പറയുന്നത്. സെക്കൻഡ് വരുന്നതാണ് മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ വരുന്നതാണ് ടിംപാനിക് മെമ്പറൈൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇയർ ഡ്രം. അതെന്താണ്? സെപ്പറേറ്റ് ചെയ്യാണ്. ദ ഔട്ടർ ഇയറിനെ മിഡിൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു ഇയർ ഡ്രം എന്ന് പറയുന്നത്. അത് നമ്മളുടെ സൗണ്ട് വേവ്സിനെ വൈബ്രേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓസിക്കിൾസ് ആണ്. 3 ടിനി ബോൺസ് ആണ് ഓസിക്കിൾസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേറ്റ്സ്. അങ്ങനെ 3 ബോൺസുകൾ ചേർന്നതാണ് ഈ ഒരു ഓസിക്കിൾസ് എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നത്. അതെന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആംപ്ലിഫൈ വൈബ്രേഷൻസ് ആണ് ഇയർ ഡ്രമ്മിൽ നിന്ന് ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബാണ് നെക്സ്റ്റ്. അതെന്താണ്? കണക്ട്സ് ദ മിഡിൽ ഇയർ ടു ബാക്ക് ഓഫ് ദ നോസ് ആൻഡ് ഹെൽപ്പ് മെയിൻറ്റെയിനിങ് ഈക്വൽ എയർ പ്രഷർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഇയർ ഡ്രം. അതായത് ഇയർ ഡ്രമ്മിന്റെ 2 സൈഡിൽ നിന്നും വരുന്ന എയർ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് മിഡിൽ ഇയറിനെ നമ്മളുടെ നോസിലേക്ക്, ബാക്ക് ഓഫ് ദ നോസിലേക്ക് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ട്യൂബ് വരുന്നത്, ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ ഫസ്റ്റ് വരുന്നത് കോക്ലിയ ആണ്. അതിൽ പറയുന്നത് എന്താണ്? കോക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൈറൽ ഷേപ്ഡ് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് സൗണ്ട് വേവ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. അതായത് നമ്മളുടെ ഇയറിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കുന്നതാണ് കോക്ലിയയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വെസ്റ്റിബുലാർ സിസ്റ്റം ആണ്. അതിൽ നമുക്ക് സെമി സർക്കുലർ കനാൽസ് ആയിട്ടാണ് അത് വരുന്നത്. അത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ബാലൻസ്, ഇയർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ഇയർ. എന്തായിരിക്കാം മെയിൻ ഫങ്ഷൻസ് നമ്മളുടെ ചെവിയുടെ? ഫസ്റ്റ് പറയുന്നത് നമ്മളുടെ ഹിയറിംഗ് ആണ് അല്ലെ. നമ്മളുടെ സൗണ്ട് വേവ്സിനെ, നമ്മളുടെ കേൾക്കുന്ന സൗണ്ടിനെ എൻറ്റർ ചെയ്ത് ഇയർ കനാൽ വഴി, ഇയർ ഡ്രം വഴി അത് വൈബ്രേറ്റ് ചെയ്ത് നമ്മളുടെ എന്താണ് വരുന്നത്, പിന്നെ വൈബ്രേഷൻസിനെ ഓസിക്കിൾസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ എന്താണ്? കോക്ലിയ വഴി അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി ഓഡിറ്ററി നെർവ്സ് വഴി നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ തന്ന് നമ്മൾ സൗണ്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹ്യൂമൻ ഇയറിന്റെ മെയിൻ ഫംഗ്ഷൻ പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ബാലൻസിങ് ആൻഡ് ഇക്വിലിബ്രിയം. ഓക്കെ, അതിൽ പറയുന്നതാണ് ദ വെസ്റ്റിബുലാർ സിസ്റ്റംസ് ഡിറ്റക്ട്. എന്താണ്? ഡിറ്റക്ട് ചെയ്യാണ്, വെസ്റ്റിബുലാർ സിസ്റ്റം ഡിറ്റക്ട് ചെയ്യാണ് ചേഞ്ച് ഇൻ ഹെഡ് പൊസിഷൻ ആൻഡ് മൂവ്മെന്റ്. നമ്മളുടെ ഹെഡിന്റെ പൊസിഷനും മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ബാലൻസിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ ഇയർ ബാലൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സെമി സർക്കുലർ കനാൽസ് സെൻസ് ചെയ്യുന്നു എന്ത്? റൊട്ടേഷണൽ മൂവ്മെന്റ്. സെമി സർക്കുലർ കനാൽസ് ആണ് നമ്മുടെ റൊട്ടേഷണൽ മൂവ്മെന്റിനെ സെൻസർ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ഡിറ്റക്ട് ലൈനിയർ ആക്സിലറേഷൻ ആൻഡ് ഹെഡ് ടിൽറ്റ്. അതായത് നമ്മളുടെ ഹെഡ് ടിൽറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളുടെ ബാലൻസിങ് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഈ ഒരു പാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സിഗ്നൽസ് നമ്മളുടെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതും അതേപോലെ തന്നെ അതിനനുസരിച്ച് നമ്മളുടെ മൂവ്മെന്റ്, ഐയുടെ മൂവ്മെന്റുകളും അതുപോലെ തന്നെ ഹെഡിന്റെ മൂവ്മെന്റുകളും കാര്യങ്ങളും പോലെ തന്നെ അതിന്റെ മെയിൻറ്റെയിൻ ചെയ്ത് ഇയർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ബാലൻസിങ് ആൻഡ് ഇക്വിലിബ്രിയത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നത് ഹിയറിംഗ് മെക്കാനിസം ആണ്. ദ പ്രോസസ് ഓഫ് ഹിയറിംഗ് ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ സിവറൽ സ്റ്റെപ്പ്. അതായത് പല സ്റ്റെപ്പ് വഴിയാണ് നമുക്കൊരു ഹിയറിംഗ് മെക്കാനിസം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് റിസെപ്ഷൻ, സൗണ്ട് വേവ്സിനെ നമ്മൾ കളക്ട് ചെയ്യാണ്, അതിനുശേഷം വൈബ്രേറ്റ് ചെയ്യുന്നു. ആംപ്ലിഫിക്കേഷൻ വഴി നമ്മൾ എന്താണ് ആ ഒരു ഓവൽ വിൻഡോ മെംബ്രെയിൻ കവേർഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് നമ്മളുടെ കൊക്ലിയയിലേക്ക് സൗണ്ട് വേവ്സിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ് ട്രാൻസ്ഡക്ഷൻ. അതായത് നമ്മളുടെ വൈബ്രേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഓഫ് ദ കൊക്ലിയ കോസ് ദ ഹെയർ സെൽസ് ടു ബെൻഡ്. ഇലക്ട്രിക്കൽ സിഗ്നൽ ജനറേഷൻ. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നൽ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഹെയർ സെൽസ് ബെൻഡ് ചെയ്തതിന് ശേഷം ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ ഓഡിറ്ററി നെർവിലേക്ക് എത്തിച്ച് അതുവഴി ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. അതാണ് ഹിയറിംഗ് മെക്കാനിസത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ ഫിസിയോളജിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫിസിയോളജി ഓഫ് ദ ഇയർ ആണ് പറയുന്നത്. സൗണ്ട് ട്രാൻസ്മിഷൻ ആൻഡ് റിസെപ്ഷൻ. അതിൽ ഫസ്റ്റ് പറയുന്നത് ഔട്ടർ ഇയർ ആണ്. ഔട്ടർ ഇയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അനാട്ടമിയിൽ, അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെയാണ് വിസിബിൾ പാർട്ട് ഓഫ് ദ ഇയർ ആണ് നമ്മുടെ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യുന്നു. ഇയർ കനാൽ ആണ് നമ്മളുടെ എന്താണ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് വരുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് എവിടേക്ക് എത്തിക്കുന്നത്, ഇയർ ഡ്രമ്മിലേക്ക് സൗണ്ട് വേവ്സിനെ എത്തിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്, അതൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അതിൽ ഫിസിയോളജിയിൽ നമ്മളുടെ അനാട്ടമിയിൽ പറയുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ് ഫിസിയോളജിയിലും വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ഇയർ സസ്പെക്റ്റബിൾ ടു വേരിയസ് ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്സ് ഡിഫറെന്റ് പാർട്ട്. അതായത് നമ്മളുടെ ഇയറിൽ ഓരോ പാർട്ടിലും അതിൻ്റെതായ ഡിസീസുകളും ഡിസോർഡേഴ്സും നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഇയറിൽ നമുക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഔട്ടർ ഇയർ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഓട്ടിഐറ്റിസ് എക്സ്റ്റേണ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മേഴ്സ് ഇയർ എന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ കാരണം പറയുന്നത് ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ നമ്മുടെ ഔട്ടർ ഇയർ കനാലിൽ വരുന്നതിനെ, അതും അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അതിന്റെ സിംറ്റംസ് വരുന്നത് ഇച്ചിങ്, റെഡ്നെസ്, ഇയർ കനാൽ സ്വെല്ലിങ്, പെയിന്, ഡിസ്ചാർജ്, ഹിയറിംഗ് ലോസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ്. ട്രീറ്റ്മെന്റ് എന്തൊക്കെയായിരിക്കാം, ആന്റിബയോട്ടിക്സോ ആന്റി ഫംഗൽ ഇയർ ഡ്രോപ്സോ കീപ്പിംഗ് അങ്ങനെ ഡ്രോപ്സുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇയർ നമുക്ക് എപ്പോഴും എന്താണ് ഡ്രൈ ആയിട്ട് വെക്കുക. ആന്റിബയോട്ടിക്സ് ചില സമയങ്ങളിൽ സിവിയർ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ ഓറലി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എക്സോസ്റ്റോസിസ് ആണ്. അതും അല്ലെങ്കിൽ സർഫേഴ്സ് ഇയർ എന്നാണ് പറയാ. അതിന്റെ കാരണം പറയുന്നത് ബോണി ഗ്രോത്ത്, നമ്മുടെ ഇയർ കനാലിൽ എന്തെങ്കിലും ഒരു ബോണി ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ കോൾഡ് വാട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ വിൻഡിന്റെ കാരണങ്ങൾ കൊണ്ട് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ കഴലകളൊക്കെ വരിക എന്ന് പറയില്ലേ, അതാണ് ഈ ഒരു കണ്ടീഷൻ. അതിന് സിംറ്റം വരുന്നത് നേരോയിങ് ഓഫ് ദ ഇയർ കനാൽ നേരോയിങ് ആവാം. നമുക്ക് എന്താണ് വാട്ടർ ഡ്രിപ്പിംഗ് വരിക, ചെവിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരിക. അതുപോലെ തന്നെ ഇയർ ഇൻഫെക്ഷൻസ് കൂടുക എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് പറയുന്നത് സർജിക്കൽ റിമൂവൽ ഇഫ് സിംറ്റംസ് ആർ സിവിയർ ഓർ റിക്കർവന്റ്. അതായത് സിംറ്റംസ് ഭയങ്കര കൂടുതലാവുകയാണ് അല്ലെങ്കിൽ ചെറിയൊരു ഇത് വരികയാണെങ്കിൽ, അത്രയും പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സർജിക്കൽ റിമൂവൽ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.